ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണത്തിൽ വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരമാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ജനങ്ങളുടെ മുന്നിലുള്ള വിഷയം ഭരണപക്ഷത്ത് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കണോ അതോ പ്രതിപക്ഷത്ത് ഇരിക്കാനായിട്ട് ഒരാളെ പറഞ്ഞേക്കണോ? നാടിൻ്റെ വികസനത്തിന് എല്ലായ്പ്പോഴും ഭരണപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എംപിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖർജിക്ക് അനുകൂലമായിട്ട് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായും വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതോടൊപ്പം കേരളത്തിലെ നിലവിലുള്ള സർക്കാർ അക്രമവും അഴിമതിയും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കിയിട്ടുള്ള സർക്കാരാണ്. സാധാരണക്കാരുടെ പെൻഷൻ പോലും നൽകാൻ കഴിയാത്തൊരു സർക്കാരാണ്. ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിനെതിരായിട്ട് വലിയ ജനവികാരം ജനങ്ങൾക്കിടയിലുണ്ട്. അവർക്ക് പകരം നിൽക്കാൻ കോൺഗ്രസിനാവില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി അറിയാൻ KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് ഇനി കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രയോജനം പരമാവധി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഈ തെരഞ്ഞെടുപ്പിൽ BJP ഇരട്ടയക്കം സീറ്റുകളുടെ കാര്യത്തിൽ നേടും എന്നുള്ളത് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അല്ല, കേരളത്തിന് കേന്ദ്രം നൽകാവുന്ന അർഹതയിൽപ്പെട്ടതും അർഹതയ്ക്കപ്പുറത്തുള്ളതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണന ആ മുൻഗണന ഏതിലാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം 1600 രൂപ പെൻഷൻ കൊടുക്കാനില്ലാത്തതിന് പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന ആളുകൾ നീന്തൽക്കുളം നവീകരിക്കാൻ, ലിഫ്റ്റ് വെക്കാൻ, മുഖാമുഖം നടത്താൻ ഒക്കെ ലക്ഷങ്ങൾ ചിലവാക്കുകയാണ്. മരപ്പട്ടി മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ 45 ലക്ഷം രൂപയാണ് അനുവദിച്ചത് ക്ലിഫ് ഹൗസ് നവീകരിക്കാൻ. അപ്പോൾ മരപ്പട്ടി പോലും മൂത്രമൊഴിച്ച് പ്രതിഷേധിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്.